ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, കൂടുതൽ ആമുഖത്തിലേക്കൊന്നും കടക്കാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം വൈദ്യശാസ്ത്രം എന്നുള്ളതാണ്. ചികിത്സ. ഇന്ന് എല്ലായിടത്തും രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പേരറിയുന്നതും അറിയാത്തതുമായ പല തരത്തിലുള്ള രോഗങ്ങളും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും അത് എന്താണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഇസ്ലാമിൽ ഇതിനെപ്പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളൊന്നിങ്ങനെ നോക്കുന്നത്. ഇപ്പൊ ഒരുപാട് രോഗങ്ങൾ വരുന്നു. പക്ഷെ പല രോഗങ്ങൾക്കും എന്തില്ല, മരുന്ന് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? 27ഓളം രോഗങ്ങൾക്ക് ശരിക്കും മരുന്നില്ല എന്ന് ഇന്ന് മോഡേൺ സയൻസ് പറയുന്നുണ്ട്. ആസ്മ രോഗം, ആസ്മ മനസ്സിലാം, ശ്വാസം മുട്ട്, അപസ്മാ രോഗം, ഇതും ശരിക്കും എന്തില്ല, ശാശ്വതമായ മരുന്ന് നമുക്കൊന്നും കൂടി കാണാൻ കഴിയൂല. പിന്നെ തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള എന്തെങ്കിലും തട്ടും, അങ്ങനെയാണ് ചിലപ്പോൾ നടക്കില്ല. ശരിക്ക് അപസ്മാ രോഗത്തെ പറ്റി പറയുന്നിടത്ത് പറയുന്നുണ്ട്, 20 വർഷം ഒരേ ഡോക്ടറെ കയ്യിൽ നിന്ന് നിർത്താതെ മരുന്ന് കുടിക്കണം എന്നുള്ളതാണ്. ശരിക്കത് പ്രായോഗികമാണോ? ഇല്ലല്ലോ. അജീവനാന്ത് സാധാരണ പറഞ്ഞ 15 കൊല്ലാണ്, അജീവനാന്തിനേക്കാൾ കൂടുതലാണ് എന്ത്. അപ്പൊ അതിന്റെ അർത്ഥം അതിനൊന്നും കൃത്യമായ മരുന്നുകൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു ഹദീസാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ എന്നുള്ള ഹദീസുണ്ട്, ഇല്ലാ അൻസല ലഹു ദവാ എന്നുള്ളതുണ്ട്. അത് അല്ലാഹു തആല ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല, ആ രോഗത്തിന് ശിഫാ ഇറക്കിയിട്ടല്ലാതെ എന്നാണ് ഒരു ഹദീസ്. ഇല്ലാ അൻസല ലഹു ശിഫാ എന്നാണെങ്കിൽ, ശിഫാ എന്നാണെങ്കിൽ എത്ര ശതമാനം വേണം? 100% മാറണം. അതിനെന്ത് പറയാൻ പറ്റുള്ളൂ? ഷിഫ എന്ന് പറയണം. ഇല്ല അൻസല ലഹു ദവാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദവാ എന്ന് പറഞ്ഞാൽ എന്താണ്? മരുന്ന് എന്നാണ്. അപ്പൊ മരുന്നിന് എത്ര മതി? 80% റിസൾട്ട് ഉണ്ടെങ്കിൽ മരുന്ന് എന്ന് പറയും. 80% കുറവാണെങ്കിൽ എന്തല്ല, മരുന്നല്ല. ഒരു 10 കൊടുത്തു 8 മാറിയാൽ അതെന്താണ്? മരുന്ന് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒരു 5 മാറിയിട്ടുള്ളെങ്കിൽ അത് ശരിക്കും എന്തല്ല, മരുന്നല്ല. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ശരിക്ക് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരിക്കാൻ ഒരു ടൈമും ഇല്ല എന്നുള്ളതാണ്. എന്തേ? കാരണം ഒരു രോഗം ഉണ്ടെങ്കിൽ അതിന് മരുന്നുണ്ട് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കലും അതിന്റെ റിസർച്ച് നടത്തലുമാണ് ആര് കടമ? ഒരു മുഅ്മിനായ മനുഷ്യന്റെ കടമ. എന്നാൽ ഇതൊക്കെയും പറയുകയാണെങ്കിലും രോഗം ശരിക്കും 3 തരത്തിലാണ് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. ഒന്നാമത്തത് എന്നുള്ളത് ശിക്ഷാരോഗാണ്. പല രോഗങ്ങളും അല്ലാഹു തആല ശിക്ഷാ കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് രോഗമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷാരോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറയല് എയ്ഡ്സ് രോഗം, HIV എന്നുള്ളത്. നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞ് അതിനെ ഇതാക്കുന്നുണ്ടെങ്കിലും ശരിക്കും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് അള്ളാനെ മറന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിനെ കൊണ്ട് ശിക്ഷാരോഗമാണ് എന്ത്? എയ്ഡ്സ്. നമ്മളറിയും സിറിഞ്ച് മാറി കുത്തിയതാണ്, അതിൽ രക്തം ഡൊണേറ്റ് ചെയ്ത് പോകും, അതൊക്കെ ഒരു കാരണമാണ്. ശരിക്കും അതിൻ്റെയൊക്കെ ബാക്കിലോട്ട് പോകണം. ശരിക്കും എന്തായിരിക്കും? അള്ളാനെ മറന്ന് ജീവിച്ചതിൻ്റെ ഒരു കാരണം അതിൻ്റെ ബാക്കിൽ കിട്ടുക. പല രോഗങ്ങളും അങ്ങനെ തന്നെയാണ്. ശിക്ഷാരോഗത്തിൽ പെടുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. രണ്ടാമത്തേത് മഗ്ഫിറത്തിന് വേണ്ടിയിട്ടുള്ള രോഗങ്ങൾ. മനുഷ്യന്മാർ ജീവിതത്തിൽ ചില തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കൊടുക്കുന്നതാണ് രണ്ടാമത്തെ കാറ്റഗറി രോഗങ്ങൾ. ശരിക്കും അങ്ങനത്തെ ആളുകൾ പൊതുവെ എന്തിനു നിൽക്കൂല? മരുന്നിന് പിന്നാലെ വല്ലാതെ പോകൂല. മഹാനായിരിക്കുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗം കൊണ്ട് പരീക്ഷണം നൽകിയെന്ന് മാത്രമല്ല, ശരീരത്തിൽ ഒരു സ്ഥലത്ത് പോലും ഒരു പുഴുവിന് പോലും നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു തആല പരീക്ഷിച്ചു. ശരീരം ഒരു പുഴു നിലത്ത് കഴിഞ്ഞാൽ അതിനടുത്ത് വീണ്ടും എടുക്കും. എന്തേ? കാരണം അതിനുള്ള ഭക്ഷണമാണല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ അത് ശരിക്കും അല്ലാഹു തആല എന്താണ്? മഗ്ഫിറത്തിന് വേണ്ടിയിട്ട്. മൂന്നാമത്തേത് ദറജ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള രോഗങ്ങൾ. നമ്മുടെ സ്ഥാനം അല്ലാഹു തആല കൂട്ടിത്തരാൻ വേണ്ടിയിട്ട്
ഇതാക്കുക. ഇങ്ങനെ 3 തരത്തിലാണ് അല്ലാഹു തആല ഒരു മനുഷ്യനിലേക്ക് രോഗങ്ങൾ കൊടുക്കുന്നത്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ ശരിക്കും ആരോഗ്യവാനായി ജീവിക്കണമെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. നബി തങ്ങൾ കാണിച്ചു തന്നൊരു രീതി ഉണ്ട്. ശരിക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. നമ്മൾക്ക് അവസ്ഥ അതായിരിക്കും. ശരിക്കും നമുക്ക് എന്തില്ല, ഭക്ഷണത്തിന് ലിമിറ്റേഷനും ഇല്ലല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നബി തങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ ഒരു രോഗിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മഹാനായിരിക്കുന്ന ഹിർക്കൽ രാജാവ് മുഹമ്മദ് നബി തങ്ങൾക്ക് 2 സമ്മാനം കൊടുത്തു. അതിൽ ഒന്നാമത്തെ സമ്മാനം എന്നുള്ളത് ഒരു അടിമയായിരുന്നു. രണ്ടാമത്തേത് ഒരു ഡോക്ടറെ ആയിരുന്നു സമ്മാനം കൊടുത്തത്. ഡോക്ടർ മദീനയിൽ വന്നിട്ട് 10 വർഷത്തോളം എന്നും എങ്ങനെങ്കിലും രോഗിയെ കിട്ടണം. നമ്മൾ ആലോചിച്ച ഗിഫ്റ്റ് കൊടുത്ത ആളാരാ? രാജാവാണ്. കൊടുക്കപ്പെട്ടതാരാണ്? ലോകത്തിന് നേതാവാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പോലെ എന്തൊരു സമ്മാനം കൊടുക്കുവോ? അല്ലല്ലോ കൊടുക്കുക. അന്ന് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വൈദ്യനെ എന്താട്ടിയത് സമ്മാനമായിട്ട് മുഹമ്മദ് നബി തങ്ങൾക്ക് ആര് കൊടുത്തത്? ഹിർക്കൽ രാജാവ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ 10 വർഷമായിട്ട് പോലും ഒരു രോഗിയെയും കിട്ടാതെ ഈ ഡോക്ടർ അവിടെ നിൽക്കുകയാണ്. എന്തായിരുന്നു കാരണം? അതിന്റെ ഒരു കാരണം ഒരു രോഗിയും അന്ന് മദീനയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരർത്ഥം അതാണ്, ഇത് രോഗികൾ ഉണ്ടെങ്കിലേ ചികിത്സിക്കാൻ വരുള്ളൂ. രണ്ടാമത്തെ ഇനി രോഗി ഉണ്ടെങ്കിൽ തന്നെ അതിന് ചികിത്സിക്കാനുള്ള വൈദ്യനാരുണ്ട്? അതിൻ്റെയൊക്കെ വലിയ വൈദ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. രോഗത്തിന്റെ കാരണം എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ അള്ളാഹുവിന്റെ ഇസ്മുകൾ, നമ്മൾ 99 ഇസ്മാന്ന് പറയും, 9 പറയാൻ എത്ര എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അള്ളാഹ്ക്ക് അറിയുള്ളൂ. അള്ളാഹുവിന്റെ ഇസ്മിന്റെ കൃത്യമായ പ്രകടനമാണ് ഒരു മനുഷ്യന്റെ ശരീരം എന്നുള്ളത്. ഏതെങ്കിലും ഒരു ഇസ്മിന് കുറവോ കൂടുതലോ വന്നാൽ അതെന്തായിരിക്കും? രോഗമായിരിക്കും. ഉദാഹരണത്തിന് അള്ളാഹുന്റെ ബസീർ എന്ന ഇസ്മുണ്ടല്ലോ, യാ ബസീറു യാ അല്ലാഹ് പറയില്ലേ, ആ ഇസ്മിന്റെ പ്രകടനമാണ് ശരിക്കും കാഴ്ച എന്നുള്ളത്. ഈ കാഴ്ച കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. കൂടിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ഏതെങ്കിലും കോശത്തിന് പ്രശ്നം വരും, കുറഞ്ഞാലും പ്രശ്നമല്ലോ. ശരിക്ക് ഒരു മനുഷ്യർക്ക് രോഗം ഉണ്ടാകാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? അള്ളാന്റെ ഇസ്മുകളെ കൊണ്ട് ചികിത്സിക്കലായിരുന്നു. ഒരുപാട് മഹാന്മാരങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട്. വലിയ വലിയ ആലിമ്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എന്താട്ടും ജിന്ന ദിക്റാൻ ചെല്ലിക്കോ എന്ന് പറയില്ലേ, അതുകൊണ്ട് മാറുന്ന ആൾക്കാരുണ്ടെന്നു. അവർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അള്ളാന്റെ ഇസ്മേത കുറവെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. അത് കാണാൻ കഴിയാത്ത ആൾക്കാർ, നമ്മളെ പോലത്തെ ആൾക്കാര്, അവർക്കുള്ള പണിയാണ് എന്ത്? ഈ ഇസ്മിന്റെ പ്രകടനങ്ങളുള്ള ഒരുപാട് വസ്തുക്കൾ ദുന്യാവിലുണ്ട്. എല്ലാ വസ്തുക്കളും അള്ളാന്റെ ഇസ്മുണ്ട്. പക്ഷെ ചില ഇസ്മുകൾ ചിലതിൽ മുന്തി നിൽക്കും, ചിലതിൽ കുറഞ്ഞു നിൽക്കും. അപ്പൊ നമുക്ക് ഏത് ഇസ്മാണോ നമ്മുടെ ശരീരത്തിൽ കുറവ് വെച്ചെങ്കിൽ ആ ഇസ്മു കൂടുതലുള്ളത് നമ്മൾ കഴിച്ചാൽ നമ്മുടെ രോഗം മാറും. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണ്ണെടുക്കുക. കണ്ണിൽ അള്ളാന്റെ ഏറ്റവും കൂടുതൽ ഇസ്മ ഏതാണ്? ബസീർ എന്നുള്ള ഇസ്മാണ്. അത് നമ്മളെ മുന്നിൽ ഒരുപാട് വസ്തുക്കളുണ്ട്. ക്യാരറ്റില് ബസീർ എന്നുള്ള ഇസ്മ നന്നായിട്ടുണ്ട്, തേനിലുണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികം കണ്ണിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല എന്താണ്? ക്യാരറ്റ് തിന്നാൽ മതി, ഓൾറെഡി മാറും. അപ്പോൾ അള്ളാഹുവിന്റെ ഇസ്മിന്റെ പ്രകടനത്തില് കുറവോ കൂടുതലോ വരുന്നതാണ് ശരിക്കും എന്ത്? രോഗം എന്നുള്ളത്. ശരിക്കും നമ്മൾ പറയും ഒരാള് എല്ലാ ദിക്റന്നെ അല്ലെന്ന് എഴുതിയിട്ട് എന്താട്ടാൻ പറ്റൂല, ഒരു ദിക്റിൽ ഇപ്പോൾ ഓവറായി ചെല്ലാൻ പറ്റൂല. എന്താ കാരണം? എന്താ? ഇതിനൊക്കെ പ്രകൃതങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാണുണ്ടോ? ഇല്ലേ ചോദിക്കാൻ കേട്ടോ. എന്താണാല് നിങ്ങൾക്ക് എന്തും ചോദിക്കുക ഈ ക്ലാസ്സില്. ആണുങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കണോരിതൊന്നും കരുതരുത് കേട്ടോ. നമുക്ക് ഈ വാളിന്റെ സദസ്സാണോ ഇഷ്ടം ഉണ്ടാകുക, സ്വലാത്തിന്റെ സദസ്സാണ് ഇഷ്ടം ഉണ്ടാകുക, ദിക്റിന്റെ സദസ്സാണ് ഇഷ്ടം ഉണ്ടാകുക? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ദിക്റായിരിക്കും അല്ലെ. സ്വലാത്തിന്റെ സദസ്സ് പോയ സ്വാഭാവികമായിട്ട് നമ്മളെന്താട്ടും ഒന്നിങ്ങനെ ഉറക്കം തൂങ്ങും. സ്ത്രീകൾക്ക് ഏറ്റവും താല്പര്യം ഉണ്ടാകിയതാ സ്വലാത്തായിരിക്കും. പ്രസംഗത്തിന്റെ സദസ്സുണ്ട്, വാളിന്റെ സദസ്സുണ്ട്. നമ്മൾക്കൊക്കെ പോകാൻ താല്പര്യം ഉണ്ടാകുകയാണ് പ്രസംഗത്തിനായിരിക്കും. വാളിലാർക്കായിരിക്കും താല്പര്യം ഉണ്ടാകുക? സ്ത്രീകൾക്ക്. പ്രകൃതാണ്.
ശരിക്കും ഈ പ്രകൃതി അനുസരിച്ചിട്ടാണ് എല്ലാം വേണ്ടത്. ദിക്റാണെങ്കിലും സ്വലാത്താണെങ്കിലും ഇത് മഹാന്മാരായിരിക്കുന്ന ആളുകൾക്ക് നോക്കിക്കാണാൻ കഴിയും. അതുകൊണ്ടാണ് അവർ കൊടുക്കുന്നത് എന്താട്ടും ഒരു മനുഷ്യർക്ക് താൻ കഴിയും. അല്ലാതെ ഒരാള് എന്ത് ചെയ്താലും എന്തെന്നായിരിക്കും, പ്രശ്നമായിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രോഗമില്ലാത്ത ഈ സമൂഹത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഓർമ്മപ്പെടുത്താം. സമയത്തിനനുസരിച്ച് നമുക്ക് പറയാം അല്ലെ.